ഓടി കളിക്കണുണ്ടോ ഓരോരുത്തര്. രണ്ടേന്റെ കേജ് നമ്മൾ നിലവിൽ സ്മോൾ കൊനോസ് എല്ലാവരും തന്നെ ഇവിടെ ഇപ്പൊ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ മാത്രമേ വെക്കുള്ളൂ. അതുപോലെ മറ്റാളും നമ്മൾ ബോക്സ് എല്ലാവർക്കും വെച്ചുകൊണ്ട് തന്നെ നമ്മള് ചിലവര് അപ്ഡേഷൻസ് വരുത്താൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ് ചെക്ക്. എന്റെ പേര് വിശാഖ്. അപ്പൊ ഇന്നത്തെ വീട് എന്താ പറയാ, മറ്റൊന്നുമല്ല, നമ്മള് 2 മാസം മുമ്പ് നമ്മൾ കുറച്ച് സ്മോൾ കൊനോസിനെ മേടിച്ചിരുന്നു. അതായത് പൈനാപ്പിള്, യെല്ലോ ഷെയ്ഡ്, അതുപോലെ ബ്ലൂ സൈസ്, അങ്ങനത്തെ കുറച്ച് പേഴ്സ് നമ്മൾ മേടിച്ചിരുന്നു. അപ്പോൾ ഓരോ അപ്ഡേഷൻ കുറെ പേരെ ചോദിക്കും എന്തായോ, ഒരു മാറ്റി വിട്ടോ, ബ്രീഡായോ, കാര്യങ്ങളൊക്കെ. അപ്പൊ ഓരോ കുറിച്ചുള്ള വീഡിയോ മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വന്നവരൊക്കെ കേട്ടോ, ഇവരൊക്കെ നമ്മൾ മാറ്റിയിടുന്നു കേട്ടോ. ഇവർ 2 പേര് ഇതാ, അതേപോലെ തന്നെ ഇവിടെ ഒരു പേരുണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു പേരുണ്ട്. അങ്ങനെയാണ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത് നിലവില്. അപ്പം ഇവരെങ്ങനെ മാറ്റിയിട്ട് വെച്ചാല് നമുക്ക് റെഡ് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് റെഡ് ഫാക്ടേഴ്സ് ആയിട്ടും, അതായത് ഒരു പേർ റെഡ് ഫാക്ടർ, അതേപോലെ തന്നെ നോർമൽ, അങ്ങനെയാണ് നമ്മൾ നിലവിൽ മാറ്റിയിട്ടത് കേട്ടോ. എത്ര പേര് നമുക്ക് വന്നു വെച്ചാൽ ഏകദേശം 10-20 ബേഡ്സുകൾ വന്നിരുന്നു നമുക്ക്. അപ്പൊ അവരൊക്കെ തന്നെ നമ്മൾ മാറ്റി നിലവിൽ ഇട്ടിട്ടുണ്ട്. ഇവര് വീട് ഇടാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം ഞാൻ പിന്നെ ഇവരെ പുറകാത്ത തന്നെ, കാരണം ഇവർക്ക് ബോക്സ് അടിക്കുക, കാര്യങ്ങൾ, അതുപോലെ ഇവരെ പേര് മാറ്റിടല്, കാരണം എല്ലാവരും കൂടി അല്ലേ വന്നത്. അപ്പൊ നമുക്ക് അതിന്റെ DNA കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരെ മുമ്പുള്ള പേര് പോലെ എല്ലാം സെറ്റ് ചെയ്ത്, കാരണം DNA നോക്കിയിട്ട് നല്ല കളറുള്ള പേഴ്സിന് മാറ്റിയിട്ട് ബാക്കിയുള്ള പേഴ്സ് നമ്മൾ സെയിൽ ചെയ്യാൻ വിളിച്ചു കേട്ടോ. അപ്പം അതെന്താ സെയില് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ. നിലവിൽ ഞാൻ അവരെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇവർക്ക് കേട്ടോ പേര്, ഒരു പേര്, 2 പേര്. അപ്പൊ നമുക്ക് വന്ന് സ്മോൾ കൊനോസ് എല്ലാവരും തന്നെ ഇവിടെ ഇപ്പൊ ഒരു ഫുഡ് കാര്യം കൊടുത്ത് വെച്ചിട്ടോ. എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും തന്നെ പേര് മാറ്റിയിടാണ്ട് കേട്ടോ. ഇതപ്പോൾ നോർമൽ കൊനൂർസ് ആണ്. അതിൽ തന്നെ നമുക്ക് ബ്ലൂ സീരീസ്, അതായത് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊനൂറും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ചിക്ക് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ഇനി പേര് മാറ്റാം. എത്രയും പേര് അതിൽ തന്നെ ഇവര് 2-3 പേര് സോൾഡ് ആയതുമാണ് കേട്ടോ. ബ്ലൂ സീരീസ് കാര്യങ്ങൾ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് കുറെ പേര് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ അതിൽ വന്നത് കേട്ടോ. ഇവരൊക്കെ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ട്. ഇതൊരു പേര്. അതുപോലെ തന്നെ ഇത് ലെഗ് ഇല്ലാത്ത കേട്ടോ, ഇവരാൾക്ക് മാത്രമേ ലെഗ് ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മാത്രമേ ലെഗുള്ളൂ. അതുപോലെ മറ്റാളും നമ്മൾ ബോക്സ് എല്ലാവർക്കും വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ വന്ന പാടെ നമ്മൾ ബോക്സ് വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. ഏകദേശം നമ്മളെല്ലാവരും തന്നെ 1 മാസത്തോളം ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, 1 മാസത്തോളം അവർക്ക് വേണ്ട ഡിവാമിങ് കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ നിലവിൽ ബോക്സ് വെച്ച് കൊടുത്തത് കേട്ടോ. ഓടി കളിക്കണുണ്ടോ ഓരോരുത്തര്. 2 കേജ് നമ്മൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ആയിട്ട് 2 കേജാണ് നിലവിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും പേര് ബാക്കിയുണ്ട് നമുക്കിനി പേരാക്കിയിടാന്. പിന്നെ നമ്മൾ അധികം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്മോൾ കോർണേഴ്സിന് വെക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലവര് അപ്ഡേഷൻസ് വരുത്താൻ പോകുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അന്ന് വന്നേ തന്നെ ഒരാളാണ് ഇവര്. ഇവർക്ക് നമ്മൾ ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ ബോക്സിനുള്ളിൽ കയറാൻ പറ്റുമോ, അതായത് ഇവർക്ക് 2 കാലത്തിന് ബോക്സിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ ചോദ്യം ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ നല്ല വൃത്തിക്ക് ബോക്സ് കയറുന്നുണ്ട്. ഏകദേശം ബ്രീഡ് ആവാനായിട്ടുണ്ട് കേട്ടോ ഇവര്. അപ്പൊ ഇവർ അപ്ഡേഷൻ ചോദിച്ചവർക്ക് വേണ്ടി മാത്രമേ വീഡിയോ ഇടാൻ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പം നമുക്ക് ഇനി കുറച്ചൊരു ബേഡ്സ് വരാറുണ്ട്. അപ്പൊ നിലവിൽ ആ ഒരു തിരക്കൊണ്ടൊക്കെ ആട്ടോ നമ്മളെ വീഡിയോസ് ഭയങ്കര ഡിലേ ആവുന്നത്. എന്തായാലും റെഗുലർ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവര് നമ്മളിവിടെ സെറ്റായിട്ട് വരണം. കാരണം ഇവിടുത്തെ സൗണ്ട് കാര്യം, ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരാറുണ്ട് ഇവര്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത കുറെ ബേഡ്സ് വരാണ്ട്. അപ്പൊ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നിലവിൽ വന്ന ആരും തന്നെ എഗ് ചെയ്തിട്ടില്ല കേട്ടോ. നിലവിൽ ഒരാളും തന്നെ എഗ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ഡിലേ അല്ല, നല്ല ഡിലേ എടുത്തിട്ടാണ് നമ്മൾ ബോക്സ് വെച്ച് കൊടുത്തത്. എന്ന് വെച്ചാൽ ഡിവാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബോക്സ് വെച്ച് കൊടുത്തത്. വന്ന പാടെ ഞാൻ പറഞ്ഞില്ലേ, വന്ന പാടെ അന്ന് തന്നെ നമ്മളെ കേജില് എഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിയില്ല. നമ്മൾ അതിന് തക്കുള്ള സമയം കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ബ്രീഡിങ്ങിന് കയറ്റാറുള്ളൂ. അപ്പൊ ഇനി വന്നവരൊക്കെ ഇപ്പൊ ഏകദേശം കേജിനുള്ളിൽ കയറുന്നുണ്ട്. മേറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ എഗ് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ ആൾക്കാർ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ദയവായി നമ്മൾ ഈ വീഡിയോസ്, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലേക്ക് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.